നമ്മളിന്ന് ചിന്നാർ കാടിനുള്ളിൽ പോയി സ്റ്റേ ചെയ്യാൻ പോകണം കേട്ടോ ഒരു ദിവസം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഒരുപാട് നാളത്തെ കുഞ്ഞാഗ്രഹമായിരുന്നു കാടിനുള്ളിൽ താമസിക്കുന്നത്. അപ്പോൾ എന്നാൽ പോയിട്ടുന്നാലോ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ കാട്ടിനുള്ളിൽ പോയി താമസിക്കാൻ പോവുകയാണ്. 2-3 കിലോമീറ്റർ കാടിനുള്ളിൽ നടന്ന് അതിനകത്ത് പോയി നമ്മൾ താമസിക്കാൻ പോവുകയാണ്. ആനയും പുലിയും പിന്നെ കേഴയും മ്ലാവും കാട്ടുപോത്തും കാട്ടിയും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ള സ്ഥലത്ത് അതിൻ്റെ ഉള്ളിൽ പോയി നമ്മൾ ഒരു ദിവസം താമസിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ചിന്നാറിലാണ്. ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ കീഴിലുള്ള, അതായത് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള കുറച്ച് പ്രോഗ്രാംസുകളാണ്. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷം ഞാൻ വരുന്ന വഴിക്ക് പറയാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങനെ ചിന്നാറിൽ നിന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് നമ്മൾ സ്റ്റേയുടെ അങ്ങോട്ട് പോവുകയാണ്. ഒരു 8 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്ന സ്റ്റേ വന്നേക്കുന്നത്. പെരിയോമ്പ് ലോഗോസ് വന്നേക്കുന്നത്. 3 കിലോമീറ്ററോളം ബൈക്ക് ഓടിച്ച് ബൈക്ക് കൊണ്ട് സേഫാക്കി വെച്ചിട്ട് നമുക്കവിടെ നടന്ന് സ്റ്റേ അങ്ങോട്ട് പോവാം. ചിന്നാറിൽ നിന്ന് നമുക്ക് ട്രക്കിംഗ് എടുത്ത് നടന്ന് വരാം. പക്ഷേ ഈ ബാഗിൽ കുറച്ച് വെയിറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്കത്ര പോസിബിൾ ഇല്ല. പോരാത്തിന് നമുക്കൊരു 4 ലിറ്റർ വെള്ളം ചിന്നാറിൽ നമുക്ക് തരും. ജൂലൈ ആയിട്ടും നമുക്കിവിടെ മഴ അധികം കിട്ടിയിട്ടില്ല. മറയൂർ ഭാഗങ്ങളിൽ അത്യാവശ്യം മഴയുള്ളതുകൊണ്ടാണ് ഈ അരുവിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പെരിയോമ്പ് ലോഗോസാണ് ഞാൻ ബുക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ചിന്നാറിലെ ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പെരിയോമ്പ് ലോഗോസിലാണ്. നമ്മളത് അങ്ങനെ കയറി തുടങ്ങി. അത്യാവശ്യം നല്ല ഡ്രൈ ആയി കിടക്കുകയാണ്. പോരാത്തതിന് ഈ പാറയിൽ നിന്നൊക്കെ അടിക്കുന്ന വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല അന്യായ വെയിലാണ്. അപ്പോൾ സ്നിക്കേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അധികം ടയേർഡ് ആവാതെ തന്നെ അങ്ങ് കയറാൻ പറ്റും. പിന്നെ മാക്സിമം നിങ്ങളുടെ ബാഗിൽ ലോഡുള്ള സാധനങ്ങളൊന്നും വെച്ചുകൊണ്ട് വരണ്ട, നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ലോഗോസിൻ്റെ പിറകിലെത്തി. ആ കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ലോഗോസ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആനകൾ വരാറുണ്ട് കേട്ടോ ഇതിൻ്റെ പിറകിലൊക്കെ. അതിനെ ഓടിച്ച് വിടലാണ് നമ്മുടെ ഗൈഡിൻ്റെ ഒക്കെ പണി. കണ്ട ആന വരാൻ നേരത്തിൻ്റെ ഒച്ച കേൾക്കുമ്പം തട്ടുമ്പോൾ ഒച്ച കേൾക്കുമ്പോൾ പേടിച്ച് പോകും. പോയിട്ട് അതിന് അപ്പുറത്തൂടെ കറങ്ങി നമ്മുടെ ലോഗോസിൻ്റെ പിറകെ വരും. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരു പ്രശ്നം വരത്തില്ല. കാരണം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഗൈഡുമാരാണ് നമ്മുടെ കൂടെ വരുന്നത്. ഇതാണ് നമ്മുടെ ലോഗോസിൻ്റെ വ്യൂ. അടിപൊളി വ്യൂ അല്ലേ, കിട്ടില്ലോ അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ലോഗോസ് കാണിച്ചു തരാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നമ്മുടെ റൂമാണേ. ഒരു 3-4 പേർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റും. പിന്നെ നല്ല നീറ്റായിട്ടുള്ള നല്ല ബാത്റൂമുണ്ട്. പിന്നെ പൈപ്പിലൊന്നും വെള്ളം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഓൾറെഡി അവർ പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ചോദിക്കുന്നതനുസരിച്ച് നമുക്ക് അവർ എടുത്തു തരും. അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ കറണ്ട് ഉണ്ടാവില്ല, സോളാറാണ്. നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊന്നും എനിക്ക് വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ചയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലൊരു കസേര ഇട്ട് ഒരു ചായ കുടിച്ചിരിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. ഇപ്പോൾ അനിമൽസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 മണി കഴിയണം ഈ വെയിലൊക്കെ ഒന്ന് താരണം, എങ്കിലേ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങുള്ളൂ. അനിമൽസ് വരാൻ ടൈം എടുക്കും. അതുകൊണ്ട് നമുക്ക് ചായ ഇട്ട് തരാൻ വേണ്ടി ചേട്ടന്മാർ കാട്ടിൽ പോയിട്ട് വിറകൊക്കെ ഒടിച്ച് വന്നേക്കാണേ. ചായയും ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കട്ടൻ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ. ഞാൻ ഗൈഡുമാരൊന്ന് പരിചയപ്പെടുത്തി തരാമേ. ഇത് ഈ ചുമന്ന ടീഷർട്ട് ഇട്ടേക്കുന്നതാണ് കണ്ണൻ ചേട്ടൻ. അതിന് തൊട്ടിപ്പുറത്തിരിക്കുന്നത് ചേട്ടൻ്റെ അനിയനാണ് ശങ്കർ. ഇത് ഈ കാണുന്നത് മഹേഷ് ഏട്ടൻ. മഹേഷ് ഏട്ടൻ നേരത്തെ എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ട്രക്കിങ്ങിന് വന്നപ്പോഴത്തേക്ക് എന്നെ ട്രക്കിംഗ് കൊണ്ടുപോയ ഗൈഡ് ചേട്ടൻ എന്ന് പറയുമ്പോൾ കണ്ണൻ ചേട്ടനാണ്, ചുമന്ന ടീഷർട്ട് ഇരിക്കുന്നത്. പിന്നെ മൊത്തം ട്രക്കിങ്ങിന് വന്നത് നമ്മുടെ മഹേഷ് ഏട്ടൻ. നല്ല ചിക്കൻ കറിയുടെ മണം വരുന്നുണ്ട്. ചിക്കൻ റെഡി ആക്കുന്നുണ്ട്. പിന്നെ നല്ല ജിഞ്ചർ ടീ ഉണ്ട്. ഇപ്പോൾ അതേ ഇവിടെ ആനയുടെ ഒച്ചയും കേട്ടു. പിന്നെ അവിടെ കമ്പ് പൊടിക്കുന്ന സൗണ്ടും കേട്ട് അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം അവിടെ എവിടെയാനകത്തോടെ ഉണ്ട് ആന. ഇപ്പോൾ 4:45. കുറച്ച് വെയിലൊക്കെ താരുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരും അത്. എന്നാണ് ഒരു പ്രതീക്ഷ. ഇതിനകത്ത് ഇവിടെ നിൽപ്പുണ്ടത്. കുറേ നേരം ഒച്ച ഉണ്ടാക്കുന്നു, കമ്പൊക്കെ വലിച്ചു പിടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിയിരുന്ന ആൾക്കാർ പെതുക്കെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണേ. 2 പിടിയാനും ഒരു കുട്ടിയും ഒരു കൊമ്പനും കൂടിയ ഒരു ആനക്കൂട്ടമാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ റൂമിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മൾ മൂന്നാറിൽ നിന്ന് ഉടുമ്പൽപേട്ട പോണ വഴിക്കാണ് ചിന്നാർ ചെക്ക് പോസ്റ്റ് വരുന്നത്. കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റാണ് ചിന്നാർ. നമ്മുടെ പാലക്കാട് മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്നവർക്കും നമുക്ക് അതുവഴി വരാം. അവിടെ ചിന്നാറിൽ ഒരുപാട് പ്രോഗ്രാംസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രക്കിങ്ങും പിന്നെ റൂമും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എടുത്തേക്കുന്ന കാടിനുള്ളിൽ ഒരു സ്റ്റേ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. സ്റ്റേക്ക് വരുന്നത് 2 പേർക്ക് 3500 രൂപയാണ് വരുന്നത്.
പിന്നെ ഒരു 30 രൂപ എൻട്രി ഫീ കൂടെ കൊടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ഫുഡ് ഇൻക്ലൂഡ്. രാത്രി നമുക്ക് ഒരു ഫുഡ് കുക്ക് ചെയ്ത് തരും. ചപ്പാത്തി മുട്ടക്കറിയാണ്. ചിക്കൻ വല്ലതും മേടിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് കുക്ക് ചെയ്ത് തരും. 2 പേരല്ലാതെ എക്സ്ട്രാ മൂന്നാമതൊരാളുണ്ടെങ്കിൽ അവർക്കും 1000 രൂപ വെച്ച് അടയ്ക്കണം. ഇതാണ് ആ കൊമ്പൻ. ഞാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കിടിലൊരു കൊമ്പനാണ്. കുറച്ച് ദൂരെ ആയതുകൊണ്ട് നമുക്കധികം കിട്ടിയിട്ടില്ല. പിന്നെ ചിന്നാറിലെ ഏറ്റവും നല്ല സ്റ്റേ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിയോമ്പ് ലോഗോസാണ്. കാടിനുള്ളിൽ ഏറ്റവും കൂടുതൽ, കാരണം അനിമൽ സൈറ്റിങ്സ് കൂടുതലുള്ളത് പെരിയോമ്പിലാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ കുറച്ച് അവിടെ ഇരുന്നിട്ട് നമ്മൾ നടക്കാൻ ഇറങ്ങിയാണ് പുറത്തോട്ട്. ആ കാണുന്നതാണ് നമ്മുടെ സ്റ്റേ. അതിൻ്റെ തൊട്ട് പിറകിലൊക്കെ ആന വരാറുണ്ട്, കണ്ടോ. പിന്നെ നമുക്ക് വല്ലതും പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒട്ടും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നല്ല എക്സ്പീരിയൻസ് ഉള്ള ചേട്ടന്മാരാണ് ഇവിടെ. ഇവർ ഈ കാടിനുള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ അനിമൽസിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. ചപ്പാത്തിയും ചൂട് ചപ്പാത്തിയും ചിക്കൻ കറി. വിശപ്പ് കാരണമൊന്നും അറിയില്ല, നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. നല്ലപോലെ ഞാൻ 8 ചപ്പാത്തിയും കഴിച്ച് ഇനി കിടന്ന് ഉറങ്ങാൻ രാവിലെ എണീക്കാനുള്ളതാണ്. അപ്പം രാവിലെ കാണാം. അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ തന്നെ കിട്ടില്ല ഒരു എക്സ്പീരിയൻസോടെയാണ് എണീച്ചത്. താഴെ ലെപ്പേഡിൻ്റെ സൗണ്ട്, അതായത് പുള്ളിപ്പുള്ളിയുടെ സൗണ്ട് അവിടെ കേട്ട്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് എണീച്ചു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചേട്ടന്മാരൊക്കെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലെപ്പേഡിൻ്റെ ഒച്ച കേട്ടായിരുന്നു, ഇവിടെ ഉണ്ട്, അത് ആ വഴി കൂടെ പോകാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞ് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ രാവിലത്തെ വിഷ്വൽ നോക്കി അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് ചെറിയൊരു അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ റൂമിൻ്റെ കേസ് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ പോരായ്മ മാറ്റാൻ വേണ്ടി താഴെ കാണുന്ന വഴി കൂടെ 1 മണിക്കൂർ നമുക്ക് ട്രക്കിങ് തന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. 7 മണി മുതൽ ഒരു 8 മണി വരെ നമുക്ക് അതിനകത്തൂടെ നടക്കാൻ പറ്റിയ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് ഒരുപാട് കാട്ടികൾ അവിടെ നിൽക്കുന്നത്. കാട്ടി അഥവാ കാട്ടുപോത്തെന്നൊക്കെ പറയുന്ന സാധനമാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇന്നലെ ഒരു ഗുഹ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ നമ്മൾ അങ്ങോട്ട് പോവുകയാണേ. പണ്ട് വീരപ്പൻ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ടൈമിലാണ് തോന്നുന്നത് ഇവിടെ ഒരു അമ്മച്ചി വന്നിരിക്കുന്ന സ്ഥലമാണ്. അമ്മച്ചിയുടെ വെളുത്താവളമാണിത്. ഈ കാട്ടുപോത്തിനെയൊക്കെ വെടിവെച്ചിട്ട്, അഥവാ കാട്ടി എന്നൊക്കെ പറയുന്ന സാധനത്തിനൊക്കെ വെടിവെച്ചിട്ട് അതിൻ്റെ ഇറച്ചി ഉണക്കി വിൽക്കലാണ് അമ്മച്ചിയുടെ പണി എന്നാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത്. ആ അമ്മച്ചിയുടെ തലമുറ ഇപ്പോഴും മറയൂർ ഭാഗങ്ങളിൽ ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്, ഗൈഡ് ചേട്ടന്മാർ പറഞ്ഞത്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഗുഹ പോലെ ഉണ്ട്. അതിനകത്താണ് പുള്ളിപ്പുലിയൊക്കെ വന്ന് കിടക്കുന്നത്. അത്യാവശ്യം നല്ല അതിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റേന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം ചിന്നാർ ചെന്നിട്ട് അവിടെ നമുക്ക് മലയണ്ണാനെ കാണാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് പോകാൻ വേണ്ടിയാണ് കേട്ടോ കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ഇന്നലെ ഞങ്ങൾ കാണിച്ച ആന കുറച്ചിങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. അത് മണ്ണ് വരിയിടാൻ വേണ്ടി കാലിട്ട് ഉരച്ചിട്ടാണ് അവിടെ. അങ്ങനെ ചിന്നാറെത്തി. നമ്മുടെ ചിന്നാറിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ട് നമ്മളെ ഫിഷ് അവളാണ്. നമ്മുടെ മീനെ പിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചാമ്പൽ മലയെണ്ണ. ഇത് ചിന്നാറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ എങ്ങും ഈ സാധനം കാണാൻ കിട്ടാറില്ല. വേറെ എങ്ങും ഇല്ല, ചിന്നാറിൽ മാത്രമേ ഈ സാധനം ഉള്ളൂ. പിന്നെ ചിന്നാറിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ എനിക്ക് DM ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഫോറസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ പങ്കെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. ബൈ.